കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. കക്കയം, കരയത്തുംപാറ മേഖലകൾ ഒറ്റപ്പെട്ടു. 26-ാം മൈലിൽ മണ്ണിടിഞ്ഞതോടെ പൊതുഗതാഗതം തടസ്സപ്പെട്ടുവെന്നും വാർത്ത വരുന്നു. നിരവധി വീടുകൾ മണ്ണിടിച്ചൽ ഭീഷണിയിൽ. രാഹുൽ സുരേഷ് ചേരുന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ അന്തരീക്ഷം വളരെ മോശമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി യെല്ലോ അലർട്ടാണ്. ഇന്നലെ ഉച്ച മുതൽ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴയാണ് ലഭിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കക്കയത്തിന് സമീപമുള്ള 26-ാം മൈലിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതായത് കക്കയം ബാലുശ്ശേരി മലയോര ഹൈവേ കൂടിയാണ് ഈ പ്രദേശം. ഇപ്പോഴും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. കക്കയം ഉൾപ്പെടെയുള്ള, അതായത് കക്കയം കരിയത്തുംപാറ മേഖലകൾ ഒറ്റപ്പെട്ട നിലയിൽ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. 2 JCB-കളുടെ സഹായത്തോടെ ഈ മണ്ണ് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിൽ പ്രതിസന്ധിയായുള്ളത് വലിയ പാറക്കൂട്ടങ്ങളും മണ്ണുമാണ് റോഡിലേക്ക് പതിച്ചിട്ടുള്ളത്. ഇത് മാറ്റാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ഈ കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ മറ്റൊരു വെല്ലുവിളി, ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഈ പ്രദേശമുള്ളത്. ഈ റോഡിന്റെ താഴ്ഭാഗത്തായി നിരവധി വീടുകളും ഇപ്പോൾ ഉണ്ട്. വീണ്ടും മണ്ണിടിയുകയാണെങ്കിൽ ഈ വീടുകൾ ഭീഷണിയിലാകും. ആവശ്യം വന്നാൽ ഈ വീട്ടിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോളി അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. നിലവിൽ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ പെയ്യുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. SK. താങ്ക് യു രാഹുൽ സുരേഷ്.